ഭരണഘടനാ ഭേദഗതി. ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള ആശയം ഇന്ത്യ കടമെടുത്തത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 368 ഭാഗം 20 ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണുള്ളത്. ഭരണഘടനാ ഭേദഗതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി. ഇത് നിലവിൽ വന്നത് 1976 ഭരണഘടനയിലെ ആമുഖത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി എന്നീ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. അതുകൂടാതെ 10 മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ഭാഗം 4A, ആർട്ടിക്കിൾ 51A എന്നിവ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ലോകസഭയുടെയും സംസ്ഥാന അസംബ്ലിയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമായി ഉയർത്തി. ഇത് പിന്നീട് 44ാം ഭേദഗതി പ്രകാരം പൂർവ്വസ്ഥിതിയിലേക്കാക്കി. അതുകൂടാതെ വിദ്യാഭ്യാസം ഉൾപ്പെടെ 5 വിഷയങ്ങളെ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. ഈ ഭരണഘടനാ ഭേദഗതി അറിയപ്പെടുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്ന പേരിലാണ്. ഈ 42ാം ഭേദഗതി നിലവിൽ വന്ന സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി.